2 സാമുവേൽ അധ്യായം 5. ഇസ്രായേൽ ഗോത്രങ്ങൾ ഹെബ്രോണിൽ ദാവീദിന്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഞങ്ങൾ നിന്റെ അസ്ഥിയും മാംസവുമാണ്. സാവൂൾ ഞങ്ങളുടെ രാജാവായിരുന്നപ്പോൾ പോലും നീ എത്രേ ഇസ്രായേലിനെ നയിച്ചത്. എൻ്റെ ജനമായ ഇസ്രായേലിന് നീ ഇടയനും അധിപനുമായിരിക്കും എന്ന് കർത്താവ് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാർ ഹെബ്രോണിൽ രാജാവിൻ്റെ അടുത്ത് വന്നു. ദാവീദ് രാജാവ് അവിടെ വച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ അവരുമായി ഉടമ്പടി ചെയ്തു. ഇസ്രായേലിൻ്റെ രാജാവായി ദാവീദിനെ അവർ അഭിഷേകം ചെയ്തു. ഭരണമേൽക്കുമ്പോൾ ദാവീദിന് 30 വയസ്സായിരുന്നു. അവൻ 40 വർഷം ഭരിച്ചു. ഹെബ്രോണിൽ യൂദായെ 7 വർഷവും 6 മാസവും അവൻ ഭരിച്ചു. ജെറുസലമിൽ ഇസ്രായേലിനെയും യൂദായെയും 33 വർഷവും. രാജാവും സൈന്യവും ജെറുസലമിലേക്ക് ജബൂസ്യർക്കെതിരെ പുറപ്പെട്ടു. ദാവീദിന് ഇവിടെ കടക്കാൻ കഴിയുകയില്ല എന്ന് വിചാരിച്ച് അവർ അവനോട് പറഞ്ഞു, നിനക്കിവിടെ കടക്കാനാവില്ല. നിന്നെ തടയാൻ കുരുടനും മുടന്തനും മതി. ദാവീദ് സിയോൻ കോട്ട പിടിച്ചടക്കുക തന്നെ ചെയ്തു. ദാവീദിന്റെ നഗരമെന്ന് അതറിയപ്പെടുന്നു. അന്ന് ദാവീദ് പറഞ്ഞു, ജബൂസ്യരെ കൊല്ലാൻ ആഗ്രഹിക്കുന്നവർ നീർപ്പാത്തിയിൽ കൂടെ കടന്നു ചെല്ലട്ടെ. ദാവീദ് വെറുക്കുന്ന മുടന്തരെയും കുരുടരെയും ആക്രമിക്കട്ടെ. അങ്ങനെ കുരുടരും മുടന്തരും ആലയത്തിൽ പ്രവേശിക്കരുത് എന്ന ചൊല്ലുണ്ടായി. ദാവീദ് കോട്ടയിൽ താമസമാക്കി. അതിന് ദാവീദിന്റെ നഗരം എന്ന് പേരിട്ടു. ദാവീദ് നഗരത്തെ മില്ലോ മുതൽ ഉള്ളിലേക്ക് ചുറ്റും പടുത്തുയർത്തി. ദാവീദ് മേൽക്കുമേൽ പ്രാബല്യം നേടി. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് അവനോടുകൂടെ ഉണ്ടായിരുന്നു. ടൈർ രാജാവായ ഹീരാം ദാവീദിന്റെ അടുക്കലേക്ക് ദൂതന്മാരെ അയച്ചു. മരപ്പണിക്കാരെയും കൽപ്പണിക്കാരെയും അവരോടൊപ്പം ദേവദാരുവും അവൻ അയച്ചു. അവർ ദാവീദിന് കൊട്ടാരം പണിതുകൊടുത്തു. കർത്താവ് ഇസ്രായേലിന്റെ രാജത്വം തന്നിൽ സ്ഥിരപ്പെടുത്തിയെന്നും അവിടുത്തെ ജനമായ ഇസ്രായേലിനു വേണ്ടി തൻ്റെ രാജത്വം അവിടുന്ന് ഉന്നതമാക്കിയെന്നും ദാവീദ് ഗ്രഹിച്ചു. ഹെബ്രോണിൽ നിന്ന് വന്നതിന് ശേഷം ദാവീദ് ജെറുസലമിൽ നിന്ന് കൂടുതൽ ഉപനാരികളെയും ഭാര്യമാരെയും സ്വീകരിച്ചു. അവന് കൂടുതൽ പുത്രീപുത്രന്മാർ ജനിക്കുകയും ചെയ്തു. ജെറുസലമിൽ വെച്ച് അവന് ജനിച്ചവർ ഇവരാണ്: ഷമ്മുവ, ഷോബാബ്, നാഥാൻ, സോളമൻ, ഇബ്ഹാർ, എലിഷുവ, നെഫഹ്, ജാഫിയ, എലിഷാമ, എലിയാദ, എലിഫലത്ത്. ഇസ്രായേലിന്റെ രാജാവായി ദാവീദ് അഭിഷേകം ചെയ്യപ്പെട്ടുവെന്ന് കേട്ടപ്പോൾ ഫിലിസ്ത്യർ അവനെതിരെ പുറപ്പെട്ടു. അത് കേട്ട് ദാവീദ് കോട്ടയ്ക്കുള്ളിൽ അഭയം പ്രാപിച്ചു. ഫിലിസ്ത്യർ റഫായിൻ താഴ്വരയിൽ പാളയമടിച്ചു. ദാവീദ് കർത്താവിനോട് ആരാഞ്ഞു, ഫിലിസ്ത്യർക്കെതിരെ ഞാൻ പുറപ്പെടണമോ? അവരെ അങ്ങ് എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു തരുമോ? പുറപ്പെടുക, ഫിലിസ്ത്യരെ തീർച്ചയായും ഞാൻ നിന്റെ കയ്യിൽ ഏൽപ്പിക്കും, കർത്താവ് ദാവീദിനോട് അരുളി ചെയ്തു. ദാവീദ് ബാൽ പെരാസിമിൽ വെച്ച് അവരെ തോൽപ്പിച്ചു. വെള്ളച്ചാട്ടം പോലെ കർത്താവ് എൻ്റെ ശത്രുക്കളെ എൻ്റെ മുമ്പിൽ ചിതറിച്ചു എന്ന് അവൻ പറഞ്ഞു. അതുകൊണ്ട് ആ സ്ഥലത്തിന് ബാൽ പെരാസിം എന്ന് പേരുണ്ടായി. ഫിലിസ്ത്യർ തങ്ങളുടെ വിഗ്രഹങ്ങൾ അവിടെ ഉപേക്ഷിച്ചു. ദാവീദും ആളുകളും അവ എടുത്തുകൊണ്ടുപോയി. ഫിലിസ്ത്യർ വീണ്ടും വന്ന് റഫായിൻ താഴ്വരയിൽ പാളയമടിച്ചു. ദാവീദ് കർത്താവിനോട് ആരാഞ്ഞപ്പോൾ അവിടുന്ന് അരുളി ചെയ്തു, നീ നേരെ ചെന്ന് ആക്രമിക്കരുത്. വളഞ്ഞു ചെന്ന് ബൾസാ വൃക്ഷങ്ങൾക്കെതിരെ വെച്ച് പിന്നിൽ കൂടെ ആക്രമിക്കുക. ബൾസാ വൃക്ഷങ്ങൾക്ക് മുകളിൽ അണിനീങ്ങുന്ന ശബ്ദം കേൾക്കുമ്പോൾ കടന്നാക്രമിക്കുക. ഫിലിസ്ത്യ സൈന്യത്തെ തകർത്ത് കളയാൻ കർത്താവ് കൽപ്പിച്ചതുപോലെ ദാവീദ് ചെയ്തു. ഗേബ മുതൽ ഗേസർ വരെ ഫിലിസ്ത്യരെ തുരത്തി. Chapter 5. All the tribes of Israel came to David and Hebron and said,
Here we are, your bone and your flesh. In days past, when Saul was our king, it was you who led the Israelites out and brought them back. And the Lord said to you, You shall shepherd my people Israel, and shall be commander of Israel. When all the elders of Israel came to David in Hebron, King David made an agreement with them there before the Lord, and they anointed him king of Israel. David was 30 years old when he became king, and he reigned for 40 years. 7 years and 6 months in Hebron over Judah, and 33 years in Jerusalem over all Israel and Judah. Then the king and his men set out for Jerusalem against the Jebusites who inhabited the region. David was told, You cannot enter here, the blind and the lame will drive you away, which was their way of saying, David cannot enter here. But David did take the stronghold of Zion, which is the city of David. On that day David said, All who wish to attack the Jebusites must strike at them through the water shaft. The lame and the blind shall be the personal enemies of David. That is why it is said, The blind and the lame shall not enter the palace. David then dwelt in the stronghold, which was called the city of David. He built up the area from Millo to the palace. David grew steadily more powerful, for the Lord of hosts was with him. Hiram, king of Tyre, sent ambassadors to David. He furnished cedar wood as well as carpenters and masons who built a palace for David. And David knew that the Lord had established him as king of Israel and had exalted his rule for the sake of his people Israel. David took more concubines and wives in Jerusalem after he had come from Hebron, and more sons and daughters were born to him in Jerusalem. These are the names of those who were born to him in Jerusalem: Shammua, Shobab, Nathan, Solomon, Ibhar, Elishua, Nepheg, Japhia, Elishama, Bealida, and Eliphelet. When the Philistines heard that David had been anointed king of Israel, they all took the field in search of him. On hearing this, David went down to the refuge. The Philistines came and overran the valley of Rephaim. David inquired of the Lord, Shall I attack the Philistines? Will you deliver them into my grip? The Lord replied to David, Attack, for I will surely deliver the Philistines into your grip. David then went to Baal-perazim, where he defeated them. He said, The Lord has scattered my enemies before me like waters that have broken free. That is why the place is called Baal-perazim. They abandoned their gods there, and David and his men carried them away. But the Philistines came up again and overran the valley of Rephaim. So David inquired of the Lord, who replied, You must not attack frontally, but circle their rear and meet them before the mastic trees. When you hear a sound of marching in the tops of the mastic trees, act decisively, for the Lord will have gone forth before you to attack the camp of the Philistines. David obeyed the Lord's command and routed the Philistines from Gibeon as far as Gezer.